ഒളിമ്പിക് മെഡൽ ജേതാവായ നീരജ് ചോപ്രയ്ക്ക് ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ച് രാജ്യം. കായിക മേഖലയിൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് താരത്തിന് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയത്. പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏപ്രിൽ 16 മുതൽ ഈ നിയമനം പ്രാബല്യത്തിൽ വന്നതായാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 2023 ലോക ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ നീരജ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണവും 2024 പാരീസ് ഒളിമ്പിക്സിൽ വെള്ളിയും നേടിയിട്ടുണ്ട്. ഒളിമ്പിക്സിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് കൂടിയാണ് നീരജ്. ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിനിൽ സ്വർണം നേടിയ ശേഷം ജനുവരി 22-ന് അദ്ദേഹത്തിൻ്റെ വിശിഷ്ട സേവനത്തിന് രജ്പുത്താന റൈഫിൾസ് അദ്ദേഹത്തിന് പരം വിശിഷ്ട സേവാ മെഡൽ നൽകി ആദരിച്ചിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 2016 ഓഗസ്റ്റ് 26-ന് ഇന്ത്യൻ ആർമിയിൽ നായിബ് സുബേദാർ റാങ്കിൽ ജൂനിയർ കമ്മീഷൻ ഓഫീസറായും നീരജ് ചോപ്ര ചേർന്നിരുന്നു. നേരത്തെ 2018-ൽ അർജുന അവാർഡ് നൽകിയും നീരജിനെ രാജ്യം ആദരിച്ചിരുന്നു. ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേട്ടത്തിന് പിന്നാലെ 2021-ൽ ഖേൽ രത്ന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 2022-ൽ പത്മശ്രീ നൽകിയും രാജ്യം ആദരിച്ചു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.